കോൺഗ്രസിലെ നേതാക്കന്മാർ തന്നെ കോൺഗ്രസ് ഒരു എടുക്കാച്ചരക്കായി മാറുമെന്ന് പ്രസ്താവിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി ശുദ്ധികലശം ചെയ്യുന്ന സമയം കഴിഞ്ഞിരിക്കുകയാണ്. നേരത്തെ MLA ആയിട്ടിരുന്ന ഒരാളാണ്. അയാളുടെ വായിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വാക്ക് വീഴുന്നത്. പിന്നെ സാധാരണപ്പെട്ട ജനങ്ങൾ എങ്ങനെ ഈ പാർട്ടിയെ വിശ്വസിക്കും? യൂത്ത് കോൺഗ്രസിനും KSUവിനും ഒക്കെ കോൺഗ്രസ് പാർട്ടിയിലുള്ള നേതാക്കന്മാർ എന്ത് ചെയ്തു? ഈ നേതാക്കന്മാര് തെണ്ടികൾ കാരണമാണ് ഈ പാർട്ടി നശിച്ചു പോയത്. നേതാക്കന്മാരെ കൊണ്ട് തട്ടിമുട്ടി നടക്കാൻ കഴിയാത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ള ആക്ഷേപം ഇപ്പോഴും ആ പാർട്ടിയിലുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് തിരുവനന്തപുരം DCC പ്രസിഡന്റ് ആയിട്ടുള്ള പാലോട് രവിയുടെ ഒരു രഹസ്യ ഫോൺ സംഭാഷണമാണ്. അതിൽ അദ്ദേഹം പറയുന്നത് ഇനി അടുത്തതായി വീണ്ടും തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ വിജയിക്കുന്നത് CPM തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള കോൺഗ്രസ് അല്ലെങ്കിൽ UDF പാർട്ടിയിലുള്ള എല്ലാവരും തന്നെയും BJPയിലേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും ചേക്കേറും. അതുപോലെ തന്നെ മറ്റ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവരും ഇതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ചേക്കേറുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതുപോലെ കോൺഗ്രസിലെ നേതാക്കന്മാർ തന്നെ കോൺഗ്രസ് ഒരു എടുക്കാച്ചരക്കായി മാറുമെന്ന് പ്രസ്താവിക്കുമ്പോൾ ഇനി എന്തായിരിക്കും കേരളത്തിന്റെ ഭാവി? അല്ലെങ്കിൽ ഇവർ ഈ പറയുന്നത് എന്തർത്ഥത്തിലായിരിക്കും? എനിക്ക് തോന്നുന്നു പുള്ളി നേരെ കണ്ണാടി പോയിട്ട് ഇതേ വാക്ക് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, തിരുവനന്തപുരം എന്ന് പറയുന്ന കേരളത്തിലെ അതിപ്രധാനപ്പെട്ട ഒരു സ്ഥലം, നിയമസഭയും മറ്റ് ബാക്കി കാര്യങ്ങളും എല്ലാം ഇരിക്കുന്ന കേന്ദ്ര പ്രദേശമായിട്ടുള്ള തിരുവനന്തപുരത്തെ നിയന്ത്രിക്കുന്ന DCC പ്രസിഡന്റാണ്. കോൺഗ്രസ് പാർട്ടിയുടെ DCC പ്രസിഡന്റ് ആണ് പറയുന്നത്. കോൺഗ്രസ് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും LDF ആയിരിക്കും മുന്നിലേക്ക് വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM ഭരിക്കാൻ പോകുന്നു. ബാക്കിയുള്ളവരെല്ലാം, അത് കോൺഗ്രസ് പാർട്ടിയുള്ള ബാക്കിയുള്ളവരെല്ലാം BJPയിലേക്കും മറ്റു പാർട്ടിയിലേക്കും പോകും. മുസ്ലിം സംഘടനകളെല്ലാം കമ്മ്യൂണിസ്റ്റും മറ്റു പാർട്ടിയിലേക്കും ചേക്കേറും. പിന്നീട് ലാസ്റ്റ് കോൺഗ്രസ് ഒരു എടുക്കാച്ചരക്കായിട്ട് മാറുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്വന്തം സംഘടന എന്താണെന്ന് പോലും, അല്ലെങ്കിൽ സ്വന്തം സംഘടനയെ നേരെ ചൊവ്വെ നിയന്ത്രിക്കാൻ അറിയാത്തവര് തലപ്പത്തേക്ക് വന്നിട്ട് ഇനി ഈ പാർട്ടി ഇല്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ പാർട്ടിയെ വിശ്വസിച്ച് നിൽക്കുന്ന അണികളുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. യഥാർത്ഥത്തിൽ ഈ തരത്തിലുള്ള നേതാക്കന്മാർ തന്നെയല്ലേ ആ ഒരു പാർട്ടിയിലെ എടുക്കാച്ചരക്കായി നിൽക്കുന്നത്? ഇവരെ പോലെയുള്ള കീടാണുക്കൾ ഒഴിഞ്ഞു പോയാൽ സ്വാഭാവികമായിട്ടും പാർട്ടി രക്ഷപ്പെടുമെന്ന് തോന്നുന്നു. എനിക്കൊന്ന് കോൺഗ്രസ് പാർട്ടി ശുദ്ധികലശം ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. എത്ര നല്ല നേതാക്കന്മാരുണ്ടായിരുന്നു അറിയാമോ? തിരുവനന്തപുരത്തെ പോലെ നയിക്കാൻ ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. ആ നേതാക്കന്മാരുടെ പേരുകളെല്ലാം വെട്ടിയിട്ടാണ് പാലോട് രവി എന്ന് പറയുന്ന അയാളെ പിടിച്ച് DCC പ്രസിഡന്റ് ആക്കിയത്. DCC പ്രസിഡന്റ് ആക്കിയിട്ട് അവരെ നേരെ ചൊവ്വെ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ ഒരു കഴിവ് പോലും ഇല്ലാത്ത അദ്ദേഹം സാധാരണപ്പെട്ട ഒരാളൊന്നുമല്ല. പാർട്ടിയിലെ അത്രത്തോളം അനിഷേധ്യനായിട്ടുള്ള നേതാവാണ്. നേരത്തെ MLA ആയിട്ടിരുന്ന ഒരാളാണ്. അയാളുടെ വായിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വാക്ക് വീഴുന്നത്. പിന്നെ സാധാരണപ്പെട്ട ജനങ്ങൾ എങ്ങനെ ഈ പാർട്ടിയെ വിശ്വസിക്കും? എങ്ങനെ ഈ പാർട്ടിയുമായി മുന്നോട്ട് പോകും? ഈ പാർട്ടിയെ വിശ്വസിക്കുന്ന എത്രയോ ജനങ്ങളുണ്ട്. ഇവരുടെ എല്ലാം വായിൽ മണ്ണ് വാരിയിടുന്ന വർത്തമാനല്ലേ അയാൾ പറഞ്ഞത്? കോൺഗ്രസ് എടുക്കാച്ചരക്കാവുന്ന. നമുക്കറിയാം കോൺഗ്രസ് പാർട്ടിക്ക് ഒരുപാട് അപജയങ്ങളുണ്ട്. ആ അപജയങ്ങളിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇതേപോലെ കുറെ നേതാക്കന്മാരുണ്ട്, എടുക്കാച്ചരക്കുകളായിട്ടുള്ള കുറെ നേതാക്കന്മാരെ. ഈ നേതാക്കന്മാരെ നേതൃത്വ സ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ് കോൺഗ്രസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ആപത്ത്. ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വന്നിരുന്നു, PJ കുര്യൻ യൂത്ത് കോൺഗ്രസിനെ അധിക്ഷേപിച്ചു, അല്ലെങ്കിൽ SFIയുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് ഒന്നിനും കൊള്ളില്ല എന്നുള്ള രീതിയിലേക്കുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു. അതുപോലെ ഇപ്പൊ PJ കുര്യൻ ഇപ്പൊ അതിനുശേഷം വീണ്ടും പുതിയൊരാൾ കൂടി വന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ കുറച്ചുകൂടി പ്രായമുള്ള അല്ലെങ്കിൽ കുറച്ച് മുതിർന്ന നേതാക്കളാണ് ഈ രംഗത്ത് വന്നിരുന്നുകൊണ്ട് സ്വന്തം പാർട്ടിയെ തന്നെ അടിച്ചമർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ യൂത്ത് കോൺഗ്രസിനും KSUവിനും ഒക്കെ കോൺഗ്രസ് പാർട്ടിയിലുള്ള നേതാക്കന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? അവരോട് തിരിച്ചു ചോദിക്കേണ്ട ചോദ്യമാണ്, അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവരെന്ത് സഹായം ചെയ്തിട്ടുണ്ട്? ഒരു കോളേജ് ഇലക്ഷനോ ഒരു സ്കൂൾ തെരഞ്ഞെടുപ്പിനോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന് എന്തെങ്കിലും സമരത്തിനോ ഏതെങ്കിലും നേതാക്കന്മാർ ചെന്ന് സഹായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു പരിപാടി നടത്തുമ്പോ എന്തെങ്കിലും സഹായം വേണമെന്ന് ഇവർ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഒന്നും അറിയണ്ട, നേതൃസ്ഥാനത്തിലേക്ക് കടന്നു വന്നിട്ട് ബാക്കിയുള്ളവരെ ഭരിക്കാൻ മാത്രം അറിയാവുന്ന കുറെ നേതാക്കന്മാരായിട്ട്, അല്ലെങ്കിൽ ഇതേപോലെ പാലോട് രവിയെ പോലെ രഹസ്യമായിട്ട് ഫോൺ വിളിച്ചിട്ട് ഇതൊന്നും നടക്കുന്ന കാര്യമില്ല, നമുക്ക് വേറെ ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോവാം, ഈ കോൺഗ്രസ് എടുക്കാച്ചരക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുക, ഇവിടെ നിന്നിട്ടും വലിയ ഗുണമൊന്നും ഇല്ല എന്ന് പറയുന്ന DCC പ്രസിഡന്റ് ആണ് പറയുന്നത്. തിരുവനന്തപുരത്തെ നിയന്ത്രിക്കുന്ന DCC പ്രസിഡന്റ് ആണ് പറയുന്നത് കോൺഗ്രസ് എടുക്കാച്ചരക്കാവുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ നേതാക്കന്മാരെ വെച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോയി കഴിഞ്ഞാല് അവസാനം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കോൺഗ്രസ് ഇല്ലാതായി പോകുന്നത് നമുക്ക് കാണേണ്ടി വരും. ആ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതേപോലെയുള്ള നേതാക്കന്മാർ കോൺഗ്രസിൽ ഒരുപാടുണ്ട്.
ഇങ്ങനെ കോൺഗ്രസ് എടുക്കാച്ചരക്കാകുമെന്ന് പറയുന്ന കുറെ നേതാക്കന്മാർ തെണ്ടികളുണ്ട്. ഇവര് കാരണമാണ് ഈ പാർട്ടി നശിച്ചു പോയത്. ഇന്ന് കാണുന്ന ഒരവസ്ഥയിലേക്ക് ഒരു സാധാരണപ്പെട്ട ഒരുത്തന് ഒരു പരിപാടി നടത്താൻ കഴിയാത്ത, അല്ലെങ്കിൽ ഇപ്പോഴും ഗ്രൂപ്പിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലുന്ന, ഗ്രൂപ്പിന്റെ പേരിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് തമ്മിത്തല്ലുന്ന, കടിപിടി കൂടുന്ന നേതാക്കന്മാര് ഇപ്പോഴും ഈ പാർട്ടിയിലുണ്ട്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ പാലോട് രവി. അദ്ദേഹം DCC പ്രസിഡന്റായ എങ്ങനെയാണ് കടന്നു വന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ കടന്നു വരുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഇതേ കൂട്ട് വിവരദോഷികളായിട്ടുള്ള തെണ്ടുകളായിട്ടുള്ള നേതാക്കന്മാർക്ക് വായി തോന്നുന്നത് വിളിച്ചു പറയാനും, അല്ലെങ്കിൽ ഒരു മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ വായി തോന്നുന്നത് എന്തും വിളിച്ചു പറയാനും ആരെയും വിമർശിക്കാനുമുള്ള ലൈസൻസ് ആയിട്ട് മാറിയിരിക്കുകയാണ് പലപ്പോഴും ഇവരുടെ കമ്മിറ്റികളും ബാക്കി കാര്യങ്ങളും എല്ലാം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരിൽ ഓരോരുത്തർക്കും ഇതുപോലെ സംസാരിക്കണമെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത്? അദ്ദേഹത്തിന് തോന്നിയ അഭിപ്രായം ഇത് സാധാരണപ്പെട്ട പാർട്ടി പ്രവർത്തനാണ് പറയുന്നതെങ്കിൽ ഓക്കെ. ഇത് തിരുവനന്തപുരത്തെ നയിക്കുന്ന DCC പ്രസിഡന്റാണ്. തിരുവനന്തപുരത്തിന്റെ ഒരു പാർട്ടിയിലെ ഏറ്റവും വലിയൊരു നേതാവാണ്. അയാള് പറയുന്നതാണ്, അവിടെയാണ് വിഷയം. ഇത് സാധാരണ ഒരു പ്രവർത്തനമാണ് പറയുന്നതെങ്കിൽ ഒരു വിഷയവുമില്ല. ഇതൊരു നേതാവിരുന്ന്, ഇവരെല്ലാം നയിക്കുന്ന നേതാവ് ഇയാളാണല്ലോ. ഈ നേതാവിരുന്നുകൊണ്ടാണ് പറയുന്നത് ഇനി ഈ പാർട്ടി ഇല്ലെന്ന്. പിന്നെ എന്തിനാണ് ഇവർ നേതാവായിട്ട് അവിടെ ഇരിക്കുന്നത്? ആ പോസ്റ്റ് രാജിവെച്ച് പോകണമെന്നാണ് പറയുന്നത്. കോൺഗ്രസ് പാർട്ടി എത്രയും പെട്ടെന്ന് അയാളെ അടിച്ച് പിണ്ടം വെച്ച് ചെയ്തു കഴിഞ്ഞാല് അണികൾക്ക് അത്രയെങ്കിലും ഉപകാരമായിരിക്കും. നല്ലൊരു നേതാവ് കടന്നു വരട്ടെ. എത്രത്തോളം നേതാക്കന്മാരുണ്ട് ഈ പാർട്ടിയിൽ. നേതാക്കന്മാരെ കൊണ്ട് തട്ടിമുട്ടി നടക്കാൻ കഴിയാത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ള ആക്ഷേപം ഇപ്പോഴും ആ പാർട്ടിയിലുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. ഇപ്പം ഫേസ് വാല്യൂ ഏത് നേതാക്കന്മാരെ വേണമെങ്കിലും നോക്കിക്കോ. ഫേസ് വാല്യൂ ഉള്ള എല്ലാ നേതാക്കന്മാരും ഏറ്റവും കൂടുതൽ ഉള്ളത് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും KSUവിലും ഒക്കെയാണ്. അപ്പം ഇപ്പൊ DYF എടുത്തു കഴിഞ്ഞാലും SFI എടുത്തു കഴിഞ്ഞാലും CPM എടുത്തു കഴിഞ്ഞാലും അവരെക്കാട്ടിലും എല്ലാം നല്ല ഫിഗർ വാല്യൂ ഉള്ള നേതാക്കന്മാരുള്ളത് കോൺഗ്രസിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഇയാളെ പോലുള്ള ആളുകളെ, പെട്ടുവാങ്ങികളായിട്ട് വരുന്ന ആളുകളെ പിടിച്ച് ഓരോരോ പോസ്റ്റിൽ കൊണ്ടിരുത്തും. ആ പോസ്റ്റിൽ കൊണ്ടിരുത്തിയിട്ട് അവനത് നേരെ ചൊവ്വേ കൊണ്ടു നടക്കാൻ പറ്റുമോ ഇല്ലയോ ഒന്നും പാർട്ടി നോക്കത്തില്ല. അവൻ വലിയൊരു നേതാവാണ്, അവനൊരു സ്ഥാനം കൊടുത്തു, ഇനി അവൻ നോക്കിക്കോണം. മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് തെണ്ടിത്തരവും വിളിച്ചു പറയുന്ന നേതാക്കന്മാരാണ് കോൺഗ്രസിൽ കൂടി വരുന്നത്. അത് പഴയ നേതാക്കന്മാരാണ് ഏറ്റവും കൂടുതൽ. അവര് ഈ പുതിയ തലമുറയിലെ ആളുകളെ കണ്ടുപിടിക്കണം. അവരെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്. പുതിയ KPCC പ്രസിഡന്റിനെ കണ്ടുപിടിക്കണം. അദ്ദേഹം എങ്ങനെയാണ് മാധ്യമങ്ങളെ നേരിടുന്നത്, മാധ്യമങ്ങൾക്ക് എങ്ങനെയാണ് മറുപടി കൊടുക്കുന്നത്, ബാക്കിയുള്ള നേതാക്കന്മാർ കണ്ടുപിടിക്കണതേ. ഇതേ കൂട്ട് ഫോണ് വിളിച്ചിട്ടും അപ്പുറത്തിരുന്നിട്ടും കൊതിയും നുണയും പറയുന്ന കുറെ നേതാക്കന്മാരുണ്ട്. ഇവരാണ് ഈ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശാപം. ഇപ്പൊ BJPയിൽ നമുക്കറിയാം, BJPയിലാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെങ്കിലും പാർട്ടിക്കുള്ളിൽ തന്നെ ഒരുപാട് വിഭജനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിനുമുണ്ട്. പക്ഷെ BJPക്ക് ഇന്ന് കാണുന്ന നിലനിൽപ്പിലേക്ക് കുറച്ചെങ്കിലും എത്താൻ സാധിച്ചെങ്കിൽ അതിനർത്ഥം അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ പുറത്തറിയാതെ അവർ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. സ്വന്തം പാർട്ടിയിലുള്ള അവരുടെ വിശ്വാസമാണ്. പക്ഷെ അത് BJPയിൽ മാത്രമല്ല, CPMൽ ഈ വിഷയങ്ങളുണ്ട്. CPMൽ എന്തെല്ലാം വിഷയങ്ങളുണ്ടെന്ന് അറിയാമോ? CPM അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനും ഒരണുവിട വിട്ട് ഏതെങ്കിലും നേതാവ് വാ തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ കൃത്യമായി നടപടിയെടുക്കാനും CPMന് കഴിവുണ്ട്. CPMന് കൃത്യമായിട്ട് കഴിവുണ്ട്. അതുകൊണ്ടാണ് ആ പാർട്ടി ഇപ്പോഴും നിലനിന്ന് പോകുന്നത്. പക്ഷെ കോൺഗ്രസ് പാർട്ടിയിൽ എത്ര പേരെ ഒന്ന് ആലോചിച്ച് നോക്കണം. ലത്തീഫിനെ പോലുള്ള ആളുകളെ രാജിവെപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിച്ചു. അപ്പൊ അങ്ങനെയുള്ളൊരു പാർട്ടിയാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആർക്കും എന്തും പറയാൻ പറ്റുന്ന ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറിയിട്ട് കുറെ കാലമായിട്ട് ഏത് മാധ്യമങ്ങൾക്ക് വേണമെങ്കിലും എന്ത് കൊത്തിത്തിരിപ്പും അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞാലും ഒന്നും മിണ്ടാതെ അയ്യോ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒരു പറ്റ നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട്. അതുകൊണ്ടാണ് ആര് വേണമെങ്കിലും ചെന്ന് കുത്താൻ പറ്റുന്ന രീതിയിലേക്ക് കോൺഗ്രസ് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ CPMനെ സംബന്ധിച്ച് നോക്കൂ, അല്ലെങ്കിൽ BJPയെ സംബന്ധിച്ച് നോക്കൂ, ആരെങ്കിലും പ്രതിരോധിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലും കുത്താൻ ചെന്ന് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പ്രതിരോധിക്കുന്നേ, അവർ കൃത്യമായിട്ട് അങ്ങനെ ആക്ഷൻ എടുക്കും. അത് നിയമവശമാണെങ്കിൽ അങ്ങനെ, അല്ലാതെ പാർട്ടിപരമായിട്ട് സംഘടനാപരമായിട്ട് സംഘടിച്ച് നിന്ന് നേരിടാനെങ്കിൽ അങ്ങനെ. അത് CPMന്റെയും BJPയുടെയും ഒക്കെ കഴിവാണ്. അത് കോൺഗ്രസ്സുകാർ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. അതേസമയം കോൺഗ്രസിലാണ് അങ്ങനെ ഒരു വിഷയം നിൽക്കുന്നെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ തന്നെയായിരിക്കും വീണ്ടും കോൺഗ്രസിന് ഒറ്റിക്കൊടുക്കുന്നത്. ഇതിപ്പോ ഒരു കോൺഗ്രസ്സുകാർ ഒറ്റിയതാണ്. ഇപ്പൊ അയാൾക്ക് അത്രത്തോളം വിശ്വാസമുള്ള ഒരാളോടായിരിക്കുമല്ലോ അയാൾ പറഞ്ഞത്. കോൺഗ്രസ് ഒരു എടുക്കാ ചെറുക്കായിട്ട് മാറുന്നു, ബാക്കിയുള്ളവരെല്ലാം പാർട്ടി വിട്ടു പോവും, ഇനി കോൺഗ്രസ് ഇല്ല, മുസ്ലിം ലീഗും മറ്റു സംഘടനകളെല്ലാം CPMലേക്കും ബാക്കി സംഘടനയിലേക്കും പോകുമെന്ന് പറയുന്നു. അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഒരു വിശ്വസ്തനോടായിരിക്കുമല്ലോ പറഞ്ഞത്. അദ്ദേഹം കാലുവാരി. പക്ഷെ അദ്ദേഹം ചെയ്തത് നല്ലൊരു കാര്യമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഇതേപോലുള്ള നേതാക്കന്മാരുടെ തനി നിറം,
തനി സ്വഭാവം വെളിയിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് ആ പാർട്ടിയോട് അത്രത്തോളം സ്നേഹം കാണും. അതുകൊണ്ടാണ് അദ്ദേഹം റെക്കോർഡ് പുറത്തുവിട്ടത്. അല്ലെങ്കിൽ അറിയോ, അല്ലെങ്കിൽ ആരെങ്കിലും പറയോ ഇയാൾ ഇവിടെ ഇരുന്നത് ഇയാളുടെ ചിന്ത ഇതാണ്? DCC പ്രസിഡന്റ് ചിന്തയാണ്. DCC പ്രസിഡന്റിന് കഴിവില്ലെങ്കിൽ, കഴിവ് കെട്ട് പോയി കഴിഞ്ഞാൽ ആ സംഘടന ജില്ലയിൽ ഇല്ലാതായി പോകത്തില്ലേ? ജില്ലയിൽ ഒന്നാമതേ ഇല്ല. തെക്കോട്ട് നോക്കിക്കഴിഞ്ഞാല് കോൺഗ്രസ് പാർട്ടി ഇപ്പോ ആകാശത്ത് ശൂന്യതയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ആ രീതിയിലുള്ള നേതാക്കന്മാരാണ് തെക്ക് ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളത്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നേരത്തെ അത്യാവശ്യം കുറച്ച് പാർട്ടി സംഘടനാ സംവിധാനം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ഒരാളെ പോലും എടുക്കാനില്ലാത്ത രീതിയിലേക്ക് കോൺഗ്രസ് പാർട്ടി അവിടെ നിന്ന്, അല്ലെങ്കിൽ അവിടുത്തെ നേതാക്കന്മാർ അവിടെ കഷ്ടപ്പെട്ട് സംഘടന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരാളെ പോലും എടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക്. അപ്പൊ ഒരാളെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അത് കൃത്യമായിട്ട് അഡ്രസ് ചെയ്ത് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ BJPക്കും CPM-നും കഴിയുന്നുണ്ട്. ഒരാളെ സംരക്ഷിക്കാൻ BJPയും CPM-ഉം കഴിയുന്നതുകൊണ്ടാണ് ഇപ്പോഴും ആ പാർട്ടി വീണ്ടും ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുന്നത്. BJPയെ വളർത്താൻ വേണ്ടിയിട്ട് CPM അതിനനുസരിച്ച് റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള അടിയന്തര സൗകര്യങ്ങൾ അവര് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് BJPയും വളർന്നു വരുന്നുണ്ട്. പിന്നെ ഇതേ കൂട്ടുള്ള നേതാക്കന്മാരുടെ മൈൻഡ് ആയിരിക്കുമല്ലോ ബാക്കിയുള്ള നേതാക്കന്മാർക്കും പിന്നെ ബാക്കി കുറച്ച് അണികൾക്കുമല്ല. അപ്പൊ അവരെന്ത് ചെയ്യും? എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഇവിടെ നിന്നിട്ട് ഒരു പ്രയോജനമില്ല. എന്തെങ്കിലും അധികാരം കിട്ടണമെങ്കിൽ അടുത്ത പാർട്ടിയിലേക്ക് പോകണം. അങ്ങനെ അടുത്ത പാർട്ടി നോക്കി നിൽക്കുന്ന, അടുത്ത പാർട്ടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അടുത്ത വണ്ടി നോക്കി നിൽക്കുന്ന നേതാക്കന്മാരാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ ശാപം.